ഇവിടെ ഈ വെള്ളം വീഴുന്നിടത്തിന് ഇച്ചിരി ആഴമുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോണ്ട. നല്ല വഴുക്കും വേണ്ട, നല്ല വഴുക്കലാണ്. ആ കാണുന്നതാണ് ഇവിടുത്തെ മൂലസ്ഥാനം. ഹായ് പ്രിയമുള്ളവരെ, ഞാൻ ഷൈജു കോഷക്കാവ്. ടെമ്പിൾ വീഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ കല്ലുവാതുക്കലിൽ. കല്ലുവാതുക്കലിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറക്കര പഞ്ചായത്തിന്റെയും കല്ലുവാതുക്കൽ പഞ്ചായത്തിന്റെയും മധ്യത്തായി തന്നെ മനോഹരമായ ഒരു സ്ഥലത്ത് ആയിരവല്ലി ശിവക്ഷേത്രം, അതായത് ആയിരവല്ലി ശിവക്ഷേത്രമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത, ഒട്ടനവധിയായ പ്രത്യേകതകളുള്ള ക്ഷേത്രം. എന്തിനേറെ പറയുന്നു, തൊട്ടടുക്കിലായിട്ട് ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലും ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് ഇന്ന് ടെമ്പിൾ വീഡിയോസ് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ഷേത്രങ്ങളിൽ ബന്ധിച്ചിട്ടുള്ള മണി പോലെ തന്നെ നമ്മുടെ ചാനലിന്റെ തൊട്ടുഭാഗത്ത്, വലതുഭാഗത്ത് താഴെയായി വലതുഭാഗത്ത് ഒരു മണി കാണാം. ആ മണി അടിക്കുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7 മണിക്ക് നിങ്ങളുടെ മൊബൈലിൽ ഒരു മണി അടിക്കും. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ അത് തുറന്ന് ലിങ്ക് ഓപ്പൺ ചെയ്ത് ഈ വീഡിയോകൾ കാണുക. എല്ലാവിധ അനുഗ്രഹവും ഭഗവാൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കാവൽക്കാരൻ വേറെയാണ്. വലിയൊരു നാഗശില്പമുണ്ട് ഇവിടെ. ശിവന് കൂടെയായി ക്ഷേത്രത്തിന് കാവലായി നിൽക്കുന്ന നാഗം. ഇതാണ് സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ കഴുത്തിൽ അങ്ങനെ അലങ്കൃതമായി ആഭരണമായി നിൽക്കുന്ന വാസുകി എന്ന ആ രൂപത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ നാഗരികാവിൽ ഇങ്ങനെ പണം വിടർത്തി നിൽക്കുന്ന നാഗശില്പമുള്ളത്. ശിവന് കുടയായി തന്നെ ഈ ഒരു നാഗം ഇങ്ങനെ നിൽക്കുകയാണ്. ഈ നാഗമാണ് ഈ അരുവിക്ക് ശക്തി നൽകുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. കാട് മാറി വയൽ നിരന്നു, നാട് മാറി, പക്ഷേ അരുവിയും നാഗവും ശിവനും ഇന്നും ഇവിടെ തന്നെയുണ്ട്. പ്രകൃതിയും നാഗശക്തിയും ഈശ്വരനും ഒന്നായ ഇടമാണ് ആയിരവല്ലി ശിവക്ഷേത്രം. ഓം നാഗദേവായ നമഃ. ഓം നമോ നമഃ ശിവായ. അതിന്റെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു കൈത്തോടാണ് ഈ കാണുന്നത്. ഇതുവഴി ഈ തോട് എവിടുന്ന ഉത്ഭവിക്കുന്നതെന്നും അറിയത്തില്ല, എന്നാലും ഇങ്ങനെ ഒളി ചെറിയ ഒരു മിനി വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, നല്ല മനോഹരമായ ദൃശ്യമാണ്. ആ ഒരു ചെറുപ്പക്കാവിന്റെ ആ ഭാഗത്ത് നിൽക്കുന്ന മരമാണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഈ പ്രകൃതിയെ തന്നെ ഒന്ന് ആസ്വദിച്ച് നോക്കി, എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് ആള് വരുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും ഒപ്പം തന്നെ അവർക്ക് നല്ലൊരു കാഴ്ചയും കൂടാണിത്. ഈ സൗണ്ട് തന്നെ കേട്ടാ അറിയത്തില്ലേ, നല്ല രസമില്ലേ. പാലരുവി വെള്ളച്ചാട്ടം പോലെ തോന്നുന്നു, എനിക്കറിയില്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല പാലരുവി വെള്ളച്ചാട്ടം. അപ്പൊ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് മനോഹരം, അങ്ങ് ദൂരെ
ഒരു ആൽത്തറ കാണാം. അവിടെ ഒരു ആൽത്തറ ഉണ്ട്. നല്ല മനോഹരമായിട്ട് കെട്ടിയിട്ടുള്ള ഒരു ആൽത്തറയാണ്. നല്ല പച്ച വിരിച്ചങ്ങനെ നിൽക്കുന്ന ആല്. അതിന് തൊട്ട് താഴെ നല്ല കിടുവായിട്ട് ഇങ്ങനെ കളകളാരവും മുഴക്കി ഇങ്ങനെ ഒഴുകിയാണ് ആറ്. കണ്ടില്ലേ എന്ത് രസമാണ് നോക്കിയേ. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. ചെറിയൊരു ഗുഹയ്ക്കകത്തുനിന്നാണ് ആ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി വരുന്നത്. കണ്ട പാലമാണോ ഗുഹയാണോ എന്ന് അറിയില്ല. എന്നാലും ഞാൻ അടുത്തോട്ട് കൊണ്ടുപോയി കാണിച്ചു തരാം. എന്താ രസം നോക്കി. ഒഴുകിയിരുന്നണ്ട. എവിടുന്നാണ് ഉത്ഭവിക്കുന്നതെന്നൊന്നും അറിയില്ല. അറിയാവുന്നതുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. ഇത് മഴ കുറവാണ്, അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് ഒരു ഭംഗി കുറച്ചെങ്കിലും കുറഞ്ഞു പോയത്. അല്ലെങ്കിൽ ഈ ഭാഗത്ത് നല്ല കിടിലം വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയാണ്. പക്ഷെ നിർഭാഗ്യവശാല് ഇപ്പം ആകാശം നല്ല മേഘാവൃതമാണ് കേട്ടോ. മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാലും മഴ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. എങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവം ഒരുപക്ഷെ എവിടുന്നായിരിക്കും, അത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു മണിനാദം കേൾക്കും. ആ മണിനാദം കേൾക്കണമെങ്കിൽ എന്റെ വീഡിയോയുടെ താഴെ വലതു ഭാഗത്തായി കാണുന്ന മണി അടിച്ചാൽ മാത്രമേ ആ മണിനാദം കേൾക്കുള്ളൂ. അമ്പലങ്ങളുടെ മണി പോലെ തന്നെ ആ മണി മുഴക്കി ഈ ചാനലിനെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പോ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ